ഹായ് ഹലോ ഗ്രീൻ ടു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ സ്കൂൾ പൂട്ടാണ്. അപ്പോൾ സ്കൂൾ പൂട്ടുള്ള കാരണം കൊണ്ട് നമ്മുടെ വഴിയിലാണ് ഫുട്ബോൾ കളിയും കണ്ണാരമ്പത്തിയും പലതരം കളികൾ കളിക്കാറുള്ളത് പിള്ളേർ സെറ്റ്. അപ്പോൾ അതുപോലെ തന്നെ കനാലിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പിള്ളേരും കൂടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കനാലിൽ പോയി കുളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത്, കനാലിൽ പോയി കുളിക്കുന്ന വീഡിയോ, പിന്നെ ആ വഴി കൂടെ പോകണ ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാണ്ട് നമ്മുടെ റീൽസിൽ കണ്ട പോലെ തന്നെ 2-3 വീഡിയോ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോയി കുളിക്കണമെങ്കിൽ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാരണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ലൈക്കും അടിച്ചോളട്ടാ. അപ്പം ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷെ തോർത്തുമുണ്ടൊന്നുമില്ലല്ലോ. വൈകുന്നേരല്ലേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് എന്തങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? ഒക്കത്ത് കയറിയത് പനിയാണ്, വെള്ളത്തിൽ ഇറങ്ങട്ടാ. അയച്ചടാ മൺകൂജ എന്തെങ്കിലും കൂജ വരെ ധരിക്കും. സാമ്പാർ അയ്യോ 6 മണി എന്നാ ഞങ്ങളുടെ ഈ വഴിയൊക്കെ അത്യാവശ്യം മറ്റേ കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് മണ്ണിട്ടൊരു ചെറിയൊരു ഒരാൾക്ക് നടക്കാനുള്ളൊരു ഗ്യാപ്പ് വഴിയായിരുന്നു. അതായത് ഒരാൾക്ക് പോകാനുള്ളൊരു വഴിയുണ്ടല്ലോ, അങ്ങനൊരു വഴിയായിരുന്നു. ആൾക്കാർ നടന്നിട്ട് ഇപ്പം ഇതിലെ ഒരു ഓട്ടോറിക്ഷയും പോകും കാറും പോകും കേട്ടോ. അങ്ങനത്തെ ഒരു വഴിയായിട്ടുണ്ട്. ഇത് ഈ കനാല് വരെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇടാനുണ്ട്, പക്ഷെ ഇട്ടിട്ടില്ല. അപ്പോൾ അതേ ഞങ്ങളുടെ പിള്ളേർക്ക് വെള്ളത്തിൽ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് നന്നായിട്ട് വയർക്കില്ലേ, വയർത്തിട്ട് നമ്മൾ ഇവിടെ കുറച്ച് നേരം 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് നമ്മൾ കുളിക്കാറ് കേട്ടോ. കനാലിൽ വെള്ളം ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ ഇവിടെ ഒന്ന് കുളിക്കാറുള്ളൂ. അപ്പോൾ സ്ഥിരം പ്ലേസ് ആയിരുന്നു. ഇപ്പം നമ്മളിവിടെ കുളിക്കാനൊന്നും വരാറില്ലേ. അതേപോലെ തന്നെ ഫുട്ബോൾ കളിയും നിർത്തിയിട്ടാ. ഇതിലിറങ്ങാടി, ഇറങ്ങിക്കോടി, നീ ഇറങ്ങിക്കോ, ഇറങ്ങിക്കോടി, മേല് മാത്രം. ഇറങ്ങിക്കോ, വേണമെങ്കിൽ തല നിറയ്ക്കണ്ട. ഇവിടുത്തെ ചിക്കൻ സെന്റർ കേട്ടത്. ഇത് കനാലേരി കേട്ടോ. ഡാഡി അങ്ങോട്ട് പോയി, ഇവിടെ ഷട്ടർ ഉണ്ട്, അങ്ങോട്ട് പോയി, അങ്ങോട്ടോ. ഡാഡുവിനെ ഇറക്കണ, ഇറക്കി നോക്കിയ. ഡാഡു ഇങ്ങോട്ട് വരല്ലേട്ടാ, അങ്ങോട്ട് പോ. വേസ്റ്റ് വിട്ടോ, ഒഴുകി പോട്ടത്. അതിലേ നീ ഇറങ്ങിക്കോടാ, നീ ഇറങ്ങി. എന്റെ ചെക്കന്റെ വെള്ളത്തിൽ ഇറങ്ങിട്ടാ. അപ്പൊ ഞങ്ങളിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ വടി, നടുക്കുള്ള വടി എടുക്ക്. ആ വടി എടുക്കടാ. ആന അവിടെ കളി പുറത്തീ കളി. അവിടെ ഇറങ്ങിയിട്ട് അത് വലിച്ചളയറാ, ഇത് വലിച്ചളേ, അത് വലിച്ചളയറ. അങ്ങ് തള്ളിവിട്, കൈ കൊണ്ട് വലിച്ചിട്ട് കളഞ്ഞു.
കാലിക്ക് കളയാൻ പറ്റുമോ? ഒരു കായ നമ്മുടെ കനാൽ പാലം സ്റ്റോപ്പാണ്ടത് ഈ കാണുന്നത്. ഇതവിടെ കാണുന്നത് അടികൂടെ പോയിട്ടാ. ഞങ്ങൾ പണ്ടൊക്കെ പോയിരുന്നു അങ്ങോട്ട് വെച്ചാൽ അവിടെ നിന്ന് ചാടിയിട്ട് അവിടെ നിന്ന് ഈ വെള്ളത്തിൻ്റെ കൂടെ നീന്തി ഇങ്ങോട്ട് വരും. പക്ഷെ ഇതിൻ്റെ അടിയിലൊക്കെ ഫുള്ളും ചപ്പും ചവറാട്ടാ. ഇലകളും പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും. കുറച്ചേരണ്ടാവണോ നീ വീണല്ലോ. വെള്ളം കുടിക്കരുതിട്ടാ, പൊട്ട വെള്ളം. ഇറങ്ങി വെള്ളത്തിലിറങ്ങിക്കോ, അപ്പൊ അതിനെ പോയിക്കോളൂ. വെള്ളത്തിലിറങ്ങിക്കോ, തട്ടിരില്ലട്ടാ. ആഴം കുറവാ. ഒരിക്കൽ അതിലേക്ക് കയറുന്നുണ്ട്. വാടി മതി. ആഴം കുറവാട്ടോ, ആഴം കുറവാ. മേലെ കുറഞ്ഞു പൊട്ടും. അതിന് അപ്പൊ അതി അങ്ങോട്ട് ഇറക്കിയാൽ മതി. കൈ പിടിച്ചിട്ട് അങ്ങോട്ട് ഇറക്കിയിട്ടാ മതി. രണ്ടാളപ്പുറം കൈ പിടിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വിട്. കണ്ടമാനം വേസ്റ്റ് ഇടാ. അമ്മേ വയറടിച്ചടാ. തള്ളിവിട് തള്ളിവിട്. ഇത് പോട്ടറാ, ഈ സാധനം പോട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരമാര അമ്പലമുണ്ട് ഇവിടെ, ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ അന്ന് മാത്രമാണ് വെള്ളം വിടാറുള്ളൂ. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വിടുന്നുണ്ട്. പിന്നെ മഴയും തുടങ്ങിയില്ല, അപ്പം അത് കാരണം വെള്ളം അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ തല നനക്കില്ലട്ടാ. പൊട്ട വെള്ളമാണ്, വല്ല പനി പിടിക്കും, രോഗം മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലെവിടെടാ മീൻ വരുന്നെന്ന് പറഞ്ഞു? മീനൊന്നും കാണില്ലല്ലോ. ഇവനെങ്ങനെ പിടിക്കുന്നേ? വെള്ളവും
പോവാം. വെപ്പുവാടി എല്ലാവരും പോവാം. ബാടാ കേറല്ലേ ബാ. ഇതാ അവിടെ നിന്ന് കുറച്ച് പുല്ല് പറയാട്ടാ. അതിന്റെ ഉള്ളിൽ നടാനായിട്ട് ഇതപ്പൊ എല്ലാരും കയറിട്ടാ. എല്ലാരും കയറിയിട്ടുണ്ട്. ചങ്ങാടാ എവിടെ എവിടെ ഇരിക്കണേ? ഫ്രിഡ്ജ് ബോക്സാ എവിടെ? ലാലുബാബന്റെ അവിടെ. നാളെ വീഡിയോ എടുക്കാൻ വരാം. ഇങ്ങനത്തെ പുല്ല് പറയണം കേട്ടോ. ഇത് കൂടിന്റെ ഉള്ളിൽ നടാൻ വേണ്ടിട്ട് കുറെ തീറ്റപ്പുല്ല്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് വളരും. കുറച്ച് പുല്ല് എടുത്തിട്ടുണ്ട്. ഇന്ന് വീട്ടിലേക്ക് പോണം. ഇതാരുടെ സിയോങ്കാരുടെ ഇവിടെ? സിയോങ്കാരുടെ ഇവിടെ ഇവിടെ സ്ഥലം കൊടുത്തു തുടങ്ങിയില്ലേ? അവിടെ അവന്റെ ചെരുപ്പോ നോക്കിയാ ചക്കൻ നടാനായിട്ട്. അതിപ്പോ എന്താണ് ഓട്ടണെങ്കിൽ. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നടണ വീട് നമ്മള് വേറെ പാർട്ടി അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ കണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.